ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ നിൽക്കുന്ന എല്ലാ കലാകാരന്മാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം, പല തരക്കാരുണ്ട്. പക്ഷേ 10-20 വർഷത്തെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇലക്ഷൻ പ്രചരണ വേളയിൽ തൊട്ടാണ് പിഷാരടിയെ അറിയാമെങ്കിൽ ഏകദേശം ഒരു 20 വർഷത്തിന് മേളിൽ അറിയാവുന്ന സുഹൃത്തുക്കളാണ് നിൽക്കുന്നത്. ധൈര്യമായിട്ട് ഇവരെ വിശ്വസിക്കാം. ഈ 20 വർഷമായിട്ട് ആരെയും ചതിക്കാത്ത, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നിൽക്കാത്ത ഒരു പ്രിയപ്പെട്ട കലാകാരനാണ് രമേശ് പിഷാരടി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും മറ്റൊന്നും നോക്കാതെ ഈ വേദിയിൽ പിഷാരടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാനായിട്ട് എത്തിയത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക്, ഈ നാടിന് ഞങ്ങളുടെ ഈ പ്രിയ സുഹൃത്ത് ഒരു മുതൽക്കൂട്ടായിരിക്കും. വിശ്വസിക്കാം ധൈര്യമായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരുപാട് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് പാലക്കാടിന്റെ മണ്ണിൽ വന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായി, നിങ്ങളുടെ നാട്ടുകാരനായി, നിങ്ങളുടെ സുഹൃത്തായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇന്നത്തെ ഈ വരവ് എന്ന് പറഞ്ഞാൽ പിഷാരടിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. കാരണം പാലക്കാടുകാരെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നല്ലതിനെ തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കുന്നവരാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഏറ്റവും യോഗ്യനായ പിഷാരടിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകി ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ് ഒരു എളിയ കലാകാരനായിട്ടുള്ള ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് സുഹൃത്തെ, ഒരുപാട് സന്തോഷമുണ്ട്. ആഷിക പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അത് പിഷാരടി മുമ്പേ പറഞ്ഞതുപോലെ വർത്തമാനത്തിലല്ല വേണ്ടത്, പ്രവൃത്തിയിലാണ്. അതിന് ഇനി അങ്ങോട്ടുള്ള കാലത്ത് വിഷു നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാവർക്കും ഞങ്ങള് ഇപ്പൊ ഇവിടെ നടക്കുമ്പോ ഇപ്പൊ ഏറ്റവും കൂടുതൽ പരിപാടി ഞാനും വിപിൻ നസീർക്കും ഒരു ചിരി ഇരുചിരി പമ്പരിച്ചിരിക്കുന്ന കാരണം എല്ലാരും പറയും നിങ്ങളുടെ അന്വേഷണം പറയണം. അത് നേരിട്ട് പറഞ്ഞു. താങ്ക് യു. പാലക്കാടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷം. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് പിഷാരടിയുടെ പ്രോഗ്രാംസ് കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്പീച്ചുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ പ്രചാരണമായിട്ട് അനുബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്പീച്ചുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം എത്ര മിടുക്കനാണ്, എത്ര ബോധമുള്ള ആളാണ്, എത്ര വിവരമുള്ള ആളാണ്, കാര്യങ്ങളെ കുറിച്ച് എത്രത്തോളം പഠിച്ചാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കലാകാരനോട്, ഈ വ്യക്തിയോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, അദ്ദേഹം ജയിക്കണം, അദ്ദേഹമേ ജയിക്കാവൂ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. നിങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയക്കാരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഗൂഗിളിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് കാര്യം ചോദിച്ചാലും വിഷു അതിന് ആൻസർ തന്നിരിക്കും. അത്ര ഒരു അറിവുള്ള മനുഷ്യനാണ് വിഷു. ഞങ്ങളെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് വിഷുവിന്റെ ഓരോരോ പ്രവർത്തനങ്ങളും, പിന്നെ സംഘടനാ പാഠവും എല്ലാം ഉണ്ട്. ഇത് വിഷു ജയിച്ചു വരാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. നിങ്ങളെപ്പോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഇനിയും നമുക്ക് ഇവിടെ കണ്ടുമുട്ടാൻ ഇടയാകട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിഷുവിന് എല്ലാവിധ ആശംസകളും. ഷാജി ചേട്ടൻ പാലക്കാടുകാരനാണ് കേട്ടോ, അറിയാലോ. പാലക്കാട് ഷാജി ചേട്ടൻ എന്റെ നാട്, എന്റെ ഫ്രണ്ട്സ്, എന്റെ ബന്ധുക്കൾ എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. എന്നും സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചിരുന്ന ആളുകളാണ് പാലക്കാട്. അതിനകത്ത് നാളെ നിയമസഭയിൽ വരാൻ പോകുന്ന വിഷുവിന്റെ ശബ്ദത്തിന് മുമ്പ് ഒരു നല്ല കയ്യടിയും ഒരു നല്ല പ്രോത്സാഹനവും അദ്ദേഹത്തിന് ഈ സമയത്ത് ആശംസകളും. എനിക്ക് എന്റെ നാട്ടുകാരോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു അവകാശവും ഒരു എന്താ പറയാ, അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പറയാണ്. വിഷുവിനെ കിട്ടിയത് നിങ്ങളുടെ വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വിജയിച്ചു വരണം. എല്ലാവിധ ആശംസകളും.